ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നു. നിന്റെ പ്രശ്നം സഹനം കൂടിപ്പോയതാണോ അതോ സ്നേഹം കുറഞ്ഞു പോയതാണോ? നമുക്ക് കാണാൻ സാധിക്കും, സഹനത്തെ ശപിക്കുന്നവരും സഹനത്തെ പ്രണയിക്കുന്നവരുമുണ്ട്. പല വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ സഹനത്തെ പ്രണയിച്ചവരാണ് അവർ. ഒരു വിശുദ്ധന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നത് വളരെ നല്ലതാണ്. അദ്ദേഹം സൂചിപ്പിച്ചത്, വിശുദ്ധ കുർബാന ബലിയർപ്പണം അതിന് നീളം കൂടിപ്പോയി എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ തോന്നാൻ കാരണം ദൈവത്തോടുള്ള നിന്റെ സ്നേഹം വളരെ കുറുകിപ്പോയത് കൊണ്ടാണ്. Your love for God is very short. അതുകൊണ്ടാണ് ഈ കുർബാനയുടെ സമയം ഇതുപോലെ ഇത്രയും വേണോ എന്ന് നീ ചിന്തിച്ചു പോകുന്നത്. ദൈവത്തെ പ്രണയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ബലിയർപ്പണത്തിന്റെ സമയം, പ്രാർത്ഥനയുടെ സമയം ഒരുപാട് നീണ്ടുപോയി എന്നുള്ള ആ ഒരു ചിന്ത വരില്ല എന്നുള്ളത് വിശുദ്ധർ, ഒരു വിശുദ്ധനല്ല പല വിശുദ്ധരും ഒരുപോലെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വേർ there is love there is no sacrifice. സ്നേഹമുള്ളിടത്ത് സഹനമില്ല എന്ന് പറഞ്ഞാൽ സഹിക്കുകയെന്നല്ല, അവർക്ക് അത് വലിയൊരു സഹനമായിട്ടോ ത്യാഗമായിട്ടോ അവർക്ക് തോന്നത്തില്ല. കാരണം അവരുടെ സ്നേഹം, ദൈവത്തോടുള്ള അവരുടെ തീവ്രമായ സ്നേഹം മൂലം വലിയ സഹനം പോലും അവർക്ക് നിസ്സാരമായി തോന്നും. ഉൽപ്പത്തി 20-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. യാക്കോബിന് റേച്ചലിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നത് കൊണ്ട് അവൾക്ക് വേണ്ടി അവൻ ഏറ്റെടുത്ത സഹനം വളരെ നിസ്സാരമായിട്ട് അവന് തോന്നി. 7 വർഷം മറ്റൊക്കെ ഏതാനും ദിവസങ്ങൾ പോലെ കടന്നുപോയി എന്നാണ് അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. പറയുണ്ട്, സഹനം കുറയ്ക്കണമെന്നുള്ള പ്രാർത്ഥന നിർത്തിയിട്ട് സ്നേഹം, ദൈവമേ എൻ്റെ സ്നേഹം അത് വളരാൻ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും. ഏത് സാഹചര്യത്തിലും നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുത്തി നാം വിചിന്തനം ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, തീവ്രമായ സ്നേഹം സഹനം നിസ്സാരവൽക്കരിക്കും, അല്ലെങ്കിൽ സഹനത്തെ നിസ്സാരമായിട്ട് കാണാൻ തീവ്രമായ സ്നേഹം നമ്മെ സഹായിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഏതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 1 പത്രോസ് 4-ാം അധ്യായം 7-8 വചനങ്ങൾ നമുക്ക് തരുന്ന ഒരു സന്ദേശം. ഈ ഒരു ചിന്ത അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ചില വചനഭാഗങ്ങളാണ് നമ്മൾ എടുക്കുക. തീവ്രമായ സ്നേഹമുള്ളവർക്ക് സഹനം നിസ്സാരമായിട്ട് അത് തോന്നും, അത് എടുക്കാൻ പറ്റും എന്നുള്ള യാഥാർത്ഥ്യം. 1 പത്രോസ് 4-7-8 വചനങ്ങൾ പറയുന്നത്, സർവോപരി നിങ്ങൾക്ക് ഗാഠമായ പരസ്പര സ്നേഹമുണ്ടാകട്ടെ. കാരണം സ്നേഹം നിരവധി പാപങ്ങൾ മറയ്ക്കും. പാപത്തിൽ വീഴുന്നതിന് തടയിടുന്ന ഒരു കാര്യമാണ് സ്നേഹം. ദൈവത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കും, അവർ പാപത്തിൽ വീഴില്ല. അതാണ് യോഹന്നാൻ 14-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന വലിയൊരു യാഥാർത്ഥ്യം. 2 മക്കബായർ 6-ാം അധ്യായത്തിലെ ഏലിയാസർ തീവ്രമായ സ്നേഹമായിരുന്നു ദൈവത്തോടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ ഞാൻ രക്തസാക്ഷിയാകാൻ റെഡി എന്ന് പറഞ്ഞ് ആ വേദിയിലേക്ക് നടക്കുന്ന കാണാൻ പറ്റും. 2 മക്കബായർ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ ഒരു വിധവയും 7 മക്കളും. അവർക്ക് ദൈവത്തോടുണ്ടായിരുന്നത് തീവ്രമായ സ്നേഹം. അതുകൊണ്ട് അവരെ വളരെ ദാരുണമായിട്ടാണ് കൊലപ്പെടുത്തിയത്. ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന രംഗങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. ചിലരുടെ കൈയും കാലും വെട്ടി വറചട്ടിയിലിട്ടു, വേറെ ചിലരുടെ തലയെന്ന് തൊലി പറിച്ചെടുത്ത് അവർ ജീവിച്ചിരിക്കെ തന്നെ ഇതെല്ലാം സംഭവിച്ചിട്ടും അവിടെ അവര് നിരാശപ്പെട്ടില്ല, ഭയപ്പെട്ടില്ല. അവരാ സഹനങ്ങള് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി എടുത്ത് മുമ്പോട്ട് പോകുന്നതും രക്തസാക്ഷിത്വം വരിക്കുന്നതും അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 22 മുതൽ വായിക്കുമ്പോൾ പൗലോസ്ലീഹായ്ക്ക് ദൈവത്തോടുണ്ടായിരുന്നത് തീവ്രമായ സ്നേഹം. അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഞാൻ മുമ്പോട്ട് പോയാൽ കാരാഗ്രഹവാസം അനുഷ്ഠിക്കേണ്ടി വരും, അവരെന്നെ പീഡിപ്പിക്കും, അവരെന്നെ കൊല്ലും, ഇതെല്ലാം എനിക്ക് മനസ്സിലായി, എങ്കിലും ഞാൻ മുമ്പോട്ടേ പോകത്തുള്ളൂ. തീവ്രമായ സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ സഹനത്തിന്റെ മുമ്പിൽ തളരാതെ അല്ലെങ്കിൽ തിരിച്ചു നടക്കാതെ മുമ്പോട്ട് തന്നെ നടക്കാനായിട്ട് പൗലോസിന് സാധിച്ചത്. ഏതാനും ചില വിശുദ്ധരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഈ സിംഹങ്ങൾ കിടക്കുന്ന മടയിലേക്ക് എറിയപ്പെടാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചാണ് പോകുന്നത്. ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഇരുമ്പ് ചങ്ങല പവിഴമാല പോലെയാണല്ലോ എനിക്ക് അനുഭവപ്പെടുന്നത്. അത്രയും ഈസി ആയിട്ട് ആ സഹനമെടുത്ത് മുമ്പോട്ട് പോകാൻ ഈ വിശുദ്ധന് സാധിച്ചു. വിശുദ്ധ ലോറൻസിനെ കയ്യും കാലും കെട്ടി ഇരുമ്പ് കട്ടിലെ കടത്തിയിട്ട് അതിനിടയിൽ തീയിട്ടു. നമ്മൾ കാണുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയാണ് ആ മനുഷ്യൻ പറഞ്ഞത്, ഇനി വേണമെങ്കിൽ മറിച്ചിടാം, ഒരു വശം വെന്തെന്നാ തോന്നുന്നത്, വേണമെങ്കിൽ മറിച്ചിട്ടോളാൻ. ഇവർക്കെല്ലാം അങ്ങനെ പറയാൻ സാധിച്ചത്, ആ സഹനം നിസ്സാരമായിട്ട് എടുക്കാൻ സാധിച്ചത് തീവ്രമായ സ്നേഹം അവർക്ക് ദൈവത്തോട് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സഹനം കുറയ്ക്കാനല്ല, സ്നേഹം വർദ്ധിപ്പിക്കാനാണ്. ആ പ്രാർത്ഥന ഫലപ്രദമായാൽ ഏത് സഹനത്തിന് മുമ്പിലും
നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. ലീമായിലെ വിശുദ്ധ റോസ് സൂചിപ്പിച്ചത് സഹനത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി കണ്ടെത്തിയവരാരും ആ സഹനത്തെക്കുറിച്ച് പരാതി പരിഭവം പറയില്ല. പറയുകൊണ്ട് ആ നിധി കണ്ടെത്താത്തത് കൊണ്ടാണ് ഒരുപാട് നമ്മൾ ഭയപ്പെടുന്നതും പരിഭ്രാന്തരാകുന്നതും. അവസാനമായിട്ട് നമ്മൾ 2 വിശുദ്ധരെ എടുത്ത് കാണുകയാണ്. ഈ 2 വിശുദ്ധർക്കും ദൈവത്തോടുണ്ടായിരുന്നത് തീവ്രമായ സ്നേഹം. അതുകൊണ്ട് അതിഭയങ്കരമായ സഹനത്തിന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ആ സഹനത്തെയൊക്കെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന വിശുദ്ധരെ കാണാൻ പറ്റും. ഒന്ന് വിശുദ്ധ അപ്പൊളോണിയ. ഈ വിശുദ്ധ ഒരു കന്യകയും രക്തസാക്ഷിണിയുമാണ്. അലക്സാണ്ട്രിയയിലെ ഒരു കവി ക്രിസ്ത്യാനികൾ മൂലം രാജ്യത്തിന് ഭയങ്കരമായ നാശമുണ്ടാകാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈജിപ്ഷ്യൻ ജനത ഇവർക്കെതിരെ അക്രമം അഴിച്ചുവിട്ടു. 1-2 സംഭവങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ ക്രൂരമർദ്ദനം അത് തുടങ്ങിയപ്പോൾ മെത്രാസ് എന്ന ഒരു വൃദ്ധനെ അവര് ചെയ്തത് കണ്ണ് കുത്തി പൊട്ടിച്ചിട്ട് കല്ലെറിഞ്ഞു കൊന്നു. അതുപോലെ തന്നെ വൃദ്ധ കന്യകയായിരുന്നു അപ്പൊളോണിയ. അവരോട് ചെയ്തത് അപ്പൊളോണിയയുടെ പല്ല് തല്ലിപ്പറിച്ചു. എന്നിട്ട് ദൈവത്തിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാൻ പറഞ്ഞു. അതല്ലെങ്കിൽ ക്രൂരമായ പീഡനം നിനക്കുണ്ടാവും, ഈ ചിതയിലേക്ക് നിന്നെ വലിച്ചെറിയും എന്ന് പറഞ്ഞു. അപ്പൊളോണിയ ചെയ്തത്, നിങ്ങൾ എന്നെ എടുത്തിടാൻ കഷ്ടപ്പെടണ്ട, അതിനേക്കാൾ ഞാൻ അതിലേക്ക് ചാടിയേക്കാം എന്ന് പറഞ്ഞ് എടുത്തു ചാടുന്നത് കാണാൻ പറ്റും. ചിലരത് വേണമെങ്കിൽ ആത്മഹത്യയായിട്ട് വേണേൽ ചിത്രീകരിച്ചേക്കാം. ദൈവത്തോടുണ്ടായിരുന്ന തീവ്രമായ ആ സ്നേഹമാണ് അതിലേക്ക് അവളെ നയിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ വിൻസെന്റ് AD 304 പീഡനം സഹിച്ച് മരിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ വിൻസെന്റ്. ജയിലിൽ അടയ്ക്കപ്പെട്ടു, പട്ടിണിക്കിട്ടു, എന്നിട്ടും അവര് നല്ല ഉന്മേഷത്തോടെ കാണപ്പെട്ടു. അതുകൊണ്ട് തന്നെ രാജാവിന് ദേഷ്യം വന്നിട്ട് ഒരുപക്ഷെ ആരെങ്കിലും രഹസ്യമായിട്ട് ഭക്ഷണം കൊടുത്തിട്ടാണോ അതിന് പീഡനത്തിന് അവന് ഇരയാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഇതിനേക്കാൾ വലിയ പീഡനം ഞങ്ങൾക്ക് തന്നാലും ഞങ്ങൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക മെഷീൻ കൊണ്ട് അവന്റെ ശരീരം മുഴുവൻ കീറി മുറിച്ചു. എന്നിട്ട് ആ മുറിവിൽ ഉപ്പും മുളകും വാരി, എന്തായിരിക്കും സാധനം, ഇരുമ്പ് കസേര പഴിപ്പിച്ചിട്ട് അതേ കൊണ്ടിരുത്തി. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ആ ഒരു വ്രണങ്ങളെല്ലാം സുഖപ്പെടുത്താൻ പരിശ്രമിച്ചു. കാരണം സുഖപ്പെടുത്തിയിട്ട് വീണ്ടും അത് ഇരുത്തണം, അതായിരുന്നു ഉദ്ദേശം. പക്ഷെ അത് നടന്നില്ല. അതിനു മുമ്പ് വിൻസെന്റ് നിര്യാതനായി. ഇവർക്കെല്ലാം സഹനത്തെ ഇപ്രകാരം കാണാൻ സാധിച്ചത് ദൈവത്തോടുണ്ടായിരുന്ന അവരുടെ അളവറ്റ സ്നേഹം, തീവ്രമായ സ്നേഹം. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ഉടമകളാകാൻ നമുക്കും ആഗ്രഹിച്ച് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വെക്കുന്നത്, സഹനത്തെ ശപിക്കുന്ന വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.